ഒരു സിനിമ അത് സംസാരിക്കുന്ന ആശയം കൊണ്ടും അത് ആവിഷ്കരിച്ചിരിക്കുന്ന രീതി കൊണ്ടും അത് പറയുന്ന പവർഫുൾ നേച്ചർ കൊണ്ടും ഒരു ഗവൺമെന്റിനെ തന്നെ പിടിച്ചുലച്ചാൽ എങ്ങനെയുണ്ടാവും? അതെ, അങ്ങനെ മൾട്ടിപ്പിൾ കൺട്രീസിലെ ബാൻ ചെയ്തൊരു സിനിമയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സിനിമ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ തൊട്ട സിനിമയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെജൻഡറി ഫിലിം മേക്കറായ മാർട്ടിൻ സ്കോർസീസിന്റെ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. 1988 ഈ സിനിമ റിലീസായത്. സിനിമ റിലീസായ അന്ന് മുതൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകളും ഒരുപാട് ഹേറ്റ് ക്യാമ്പയിൻസും ഒരുപാട് നെഗറ്റീവ്സും നേരിടേണ്ടിരുന്ന സിനിമയാണിത്. കാരണം ജീസസിനെ ഈ സിനിമയിൽ സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ട് മാത്രമല്ല ചിത്രീകരിച്ചിരിക്കുന്നത്, ഒരു സാധാ മനുഷ്യനായിട്ട്, അതായത് ഭയവും വികാരങ്ങളും ടെംപ്റ്റേഷൻ പോലുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ജീസസിനെ ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് ലോകത്തിന്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും ഹേറ്റ് ക്യാമ്പയിൻസുമാണ് ഈ സിനിമ നേരിടേണ്ടി വന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഗ്രീസ്, ടർക്കി ഈ സിനിമ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. അതുപോലെ തന്നെ റിലീജിയസ് ഗ്രൂപ്പുകൾ തിയേറ്ററിന് മുന്നിൽ പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചു, തിയേറ്ററിന് മുന്നിൽ വയലൻസുകൾ കാണാൻ ആരംഭിച്ചു. അങ്ങനെ പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും പല രീതിയിലുള്ള വയലൻസുകൾക്കും ഈ സിനിമ കാരണമായി. പക്ഷെ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഈ സിനിമ എൻറ്റയർലി ബേസ്ഡ് ഓൺ എ നോവലാണ്. നിക്കോസ് കസൻഡാസ്കിയുടെ ഒരു വർക്ക് ഓഫ് ഫിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് മാർട്ടിൻ സ്കോർസീസ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയോ റിലീജിയനെയോ മോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഈ സിനിമയുടെ ലക്ഷ്യം. അതൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആയിരുന്നു. പലർക്കും അത് മനസ്സിലായില്ല. എല്ലാവരും ഇതൊരു റിലീജിയസ് ഇൻസൾട്ട് ആയിട്ട് എടുത്ത് ഈ സിനിമയ്ക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ അവിടെയെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവം ഈ സിനിമയ്ക്ക് ലഭിച്ച സപ്പോർട്ടാണ്. ഈ സിനിമയ്ക്ക് എത്രത്തോളം ബാക്ക് ഫയർ കിട്ടിയോ, എത്രത്തോളം പ്രൊട്ടസ്റ്റ് കിട്ടിയോ, അതിലധികം ലവ് ഈ സിനിമയ്ക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചു. കാരണം മാർട്ടിൻ സ്കോർസീസ് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ആൻഡ് ഡിവൈൻ നേച്ചറിന്റെ ആ ഒരു വ്യത്യസ്ത തലങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ ഏറ്റെടുക്കുകയും ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമ എത്തുകയും ചെയ്തു. പല രാജ്യങ്ങളിലും പല രീതിയിൽ ബാൻ ചെയ്ത സിനിമയാണെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമ എത്തിപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് അതിലെ ആശയവുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റിയെങ്കിലും എഗ്രി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ ഈ സിനിമ ചിന്തിപ്പിക്കും. ആൻഡ് ദാറ്റ്സ് എനഫ്.